എവിടെ നിന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞാൽ ശരിയല്ല കേട്ടോ. വീട്ടിൽ നിന്ന് കണ്ട പ്രശ്നവും. അത് സാറില്ല, ഞാൻ കുഴപ്പമില്ല. 2 ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് വരില്ലേ ചോദിക്കാൻ വേണ്ടിട്ട്. ഇത്ര വലിയ പ്രശ്നം അത്. അത് ഞാൻ പോട്ടെ. നിങ്ങളുടെ മുഖം വല്ലാണ്ട് എല്ലമ്മ നമ്മൾ മോളെ പഠിക്കാന്ന് പറഞ്ഞിട്ട് വിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ആരാണ് അപ്പഴേക്കും ചുറ്റിക്കറങ്ങലല്ലേ ഇപ്പൊ. അതെ, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അവളോട് ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ഡേയിങ് വാ. നീ ആരോടാടി ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് വരുന്നു? അത് എന്റെ ലവറാ. നമ്മള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അത് നീ മാത്രം തീരുമാനിച്ചാ മതിയോ? നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? ഓ മറ്റന്നാൾ ഇങ്ങോട്ട് പെണ്ണു ചോദിക്കാൻ വരും. സമ്മതിച്ചോളണം. ഒരു കൂസലും ഇല്ലാതെ ഓള് പറഞ്ഞത് കേട്ടില്ലേ നിങ്ങള്? ഓക്കെന്താ പറയുന്നുണ്ടെങ്കിൽ വിവരമുണ്ടോ? ഓള് പറഞ്ഞ ഇപ്പൊ പറയുന്നത് കാണാൻ കൊള്ളാന്ന് ഞാൻ തിരക്ക് കേട്ടില്ല. ഇതായിട്ട് എന്തെങ്കിലും പണിയുണ്ടോന്നും അറിയില്ല. എന്തെങ്കിലും വല്ലതും അറിയാം, എന്തെങ്കിലും അന്വേഷിച്ചിട്ടാ. ശശിയേട്ടാ, ഓള് പറഞ്ഞത് കേട്ടില്ലേ? ഒരു വിധത്തിലും സമ്മതിക്കരുത്. നിങ്ങളെ മോളെ എനിക്ക് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. കല്യാണം കഴിക്കണോ വേണ്ടിയോ നമ്മളല്ലേ തീരുമാനിക്കണ്ടേ? എന്റെ പേരെന്നാ? പേരിലെല്ലാം എന്തിരിക്കും നമ്മ. എന്റെ പേര് ശരത്ത്. എത്ര വരെ പഠിച്ചിന്? ഞാൻ ITI പാസ്സായിട്ടില്ല, 1 കൊല്ലം പോയി. എന്നിട്ട് ഇപ്പൊ എന്നാ ചെയ്യുന്നത്? എനക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. അച്ഛന് ബിസിനസ് ഉണ്ട്. ജോലിയും കൂലിയൊന്നും ഇല്ലാത്ത നീ എങ്ങനെ പെണ്ണിനെ പോറ്റുവാ? അതല്ല ഞാൻ പറഞ്ഞു, അച്ഛന് ബിസിനസ് ഉണ്ടെന്ന്. എന്ത് ബിസിനസ്സാ? കൊപ്രമില്ലേ? കൊപ്പരമില്ല. ഒപ്പരമില്ല എല്ലാം മോനെ, നീ തലയെ തേച്ച മുഴുവൻ വെളിച്ചെണ്ണയാ. നമ്മളിപ്പോ 3-4 മാസമായിട്ട് വെളിച്ചെണ്ണ തേക്കലേ ഇല്ല. വലിയ പണക്കാരനാന്ന് തോന്നുന്നു. നമുക്കിതങ്ങ് ഉറപ്പിച്ചാലോ? ഉറപ്പിച്ചളയൊന്നുണ്ടല്ലേ? ഉറപ്പിക്കാൻ തോന്നും. അല്ലാണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണയൊന്നും തേക്കാൻ പറ്റില്ലല്ലോ.